അപ്പം നമ്മളൊന്ന് ആട്ടിൻ്റെ ബ്രെയിൻ കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നല്ല അടിപൊളി സംഭവമാണ് ആട്ടിൻ്റെ ബ്രെയിൻ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയൊക്കെ വറുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേകതരം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആ സംഭവം ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ ചുടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് തിളപ്പിക്കാം. അടുപ്പൊന്ന് കത്തിക്കാം ആദ്യം. വലിയ വലിയ കർപ്പൂരമാണ് കിട്ടിയത്. പിടിക്കട്ടെ. ചട്ടിയും ഇച്ചിരി വെള്ളവും വയ്ക്കാം. നമുക്കിനി പതുക്കെ ഇതിനിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല, കലങ്ങിപ്പോവും. ആ ബ്ലഡും സാധനങ്ങളൊക്കെ ഒന്ന് പോകാനാണ്. ഇത് നേരം അടച്ചു വെക്കാം, ഒന്ന് വേകട്ടത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ തിളക്കുന്നുണ്ട്. നമുക്കിത് മെല്ലെ നമ്മുടെ തട്ടിലേക്ക് മാറ്റാം. നമുക്ക് ചീനിച്ചിട്ട് വെക്കാം. ഒരല്പം വെളിച്ചെണ്ണ. ഇതിൽ കുറച്ച് ജീരകം, പെരുംജീരകം, കുറച്ച് ക്രാമ്പു അതിൻ്റെ ആട്ടിൻ്റെ മണമൊന്ന് പോകണം. ഇച്ചിരി കറിവേപ്പില, അടുത്ത് പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടൊന്ന് ചെറുതായിട്ട് മൂത്താൽ നമുക്കിത് മൂളയിട്ട് കൊടുക്കാം. നമുക്ക് തലയിട്ട് കൊടുക്കാം. തലയല്ല, മൂള സോറി. നമ്മൾ വേവിച്ചുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചുകൊണ്ട് ഇനി കുഴപ്പമില്ല, പെട്ടെന്നാവും.
സംഭവം ഒന്ന് ഡ്രൈ ആയി വരണം. നമുക്ക് മുട്ട വറുത്ത് ചെറിയൊരു പണിയുണ്ട്, അത് ഒരല്പം നേരത്തേക്ക് ഇറക്കി വെക്കാം. ഒരു ചെറിയൊരു ഉള്ളി വെച്ച് കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് പച്ചമുളക് കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നമുക്കത് കോരിയെടുത്തെടുക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. നമുക്ക് മുട്ട ഇതിൽ പൊട്ടിട്ട് വയ്ക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം മുട്ടയ്ക്ക്. മുട്ട റെഡി ആയിട്ട് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. നമുക്ക് നമ്മുടെ മൂള ഒന്ന് വയ്ക്കാം. മുട്ടയിട്. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇറക്കി വയ്ക്കാം. നമ്മുടെ മൂള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഗതി കാണാനൊക്കെ നല്ല രസമുണ്ട്. കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. നല്ല സൂപ്പർ സാധനമാണ്, അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട് സംഭവം, അടിപൊളി പൊളിച്ചു. ഈ ബ്രെഡില്ലേ, ബ്രെഡിൽ ശരി കുറച്ച് വാരിയിട്ടിട്ട് അങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിച്ചാൽ എന്താണെന്ന് നോക്കണമല്ലോ. ആ ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്ത് വയ്ക്കുക, അടിപൊളി. കൂടെ ചേർത്ത് വെച്ച് കഴിച്ചോളൂ. അതിന് അല്ലാണ്ട് കഴിച്ചാലും നന്നായിട്ടുണ്ട്, അതല്ലാതെ സംഭവം സൂപ്പർ. നമ്മുടെ ആടിന് മണമൊന്നുമില്ല അല്ലേ നാരാട്ടാ? നല്ല മണമൊന്നുമില്ല. നമ്മൾ മുട്ടയൊക്കെ ഇട്ടപ്പോണ്ടല്ലോ ഒരു വ്യത്യസ്തമായ ഒരു ഫീലിങ്. റഫീഖ് ഒന്നും പറഞ്ഞില്ല? നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതെ, ബ്രെഡും കൂടെ നന്നായിട്ടുണ്ട്. ഉള്ളിയും എല്ലാം കൂടെ ഒരു അടിപൊളി അല്ലേ? ഇത് മുട്ടയിടുമ്പോൾ ഒരു ബ്രെയിനിന് ഒരു 2-3 മുട്ടയെങ്കിലും ഇടണം, എങ്കിലേ ശരിക്കും ഇതുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുഴപെടാന്നായിരിക്കും. അത് ഫ്രൈ ആയി തിന്നാൻ നല്ല രസമുണ്ടല്ലേ? ഇത് ഇതെല്ലാം തന്നെ ബ്രെഡോട് കുടിക്കുന്നുണ്ട്. സല്ല എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മളെപ്പോഴും ഈ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കഴിക്കും, അതുകൊണ്ട് പിന്നെ നമുക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ കഴിക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നന്നായിട്ടുണ്ട്. ബ്രെഡില്ലാതെ കഴിക്കാനും ഉള്ളി കിടക്കുന്ന കഴിക്കുന്നു, അപ്പോഴാണ് ശരിക്കും ഉള്ളിയും
അതും കൂടി ചെറുനാരങ്ങ ഒക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. പക്ഷെ അതിനിവിടെ എപ്പോഴും നന്നായിട്ട് നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി. നമ്മളെ നാച്ചുറൽ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കുറേ ആളുകൾ ഇവിടെ കഴിച്ചിട്ടില്ല. സുധാരം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നു. ആദ്യമായിട്ടാണ് മൂള ഫ്രൈ കഴിക്കുന്നത്. മുള കഴിക്കുന്നത് തന്നെ സൂപ്പറായിരിക്കും. ഉള്ളിയും അടിപൊളിയായിരുന്നു. ബ്രെയിൻ ഫ്രൈ നല്ല ആരോഗ്യ ഗുണമുള്ള സാധനമാണ് സംഭവം. ഇടയ്ക്കൊന്നും കഴിക്കണം. അപ്പോൾ സംഭവം നല്ല അടിപൊളി. അപ്പോൾ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് കൂടി അല്ലേ, നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ്. അതെ, മുട്ട ഇടുമ്പോൾ 2-3 മുട്ട ഇടുക. ഒരു ബ്രെയിനിന് 3 ഏതാണ്ട് 3 വെച്ചാലേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കുഴകൂടാനായി കിടക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇതിലും നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.